റോഡിന്റെ അനാസ്ഥയെ പറ്റിയും അവർ പ്രതിഷേധിക്കുന്നുണ്ട്. ഇതിനു മുമ്പും അപകടങ്ങൾ പതിവാകുന്ന ഏരിയയാണ് എന്ന് പറയുന്നുണ്ട്. അതേസമയം ഈ ബസ് വേഗതയിലാണ് വന്നത് എന്നും നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ജിബിൻ, അവിടെ നിന്നും ഇപ്പോൾ ബസ് മാറ്റിയിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ആളുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ടോ ഇപ്പോൾ? കഴിഞ്ഞ് നോക്കിയാൽ ഒരു വളരെ വലതു ഭാഗത്ത് അമിതമായ കുഴിയുണ്ട്. ഈ റോഡിന്റെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല. സംഘർഷാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ആളുകളും ജനപ്രതിനിധികളും തമ്മിലൊക്കെയുള്ള ഒരു വാക്കുതർക്കമാണ് നമ്മളിപ്പോൾ കാണുന്നത്. റോഡിന്റെ അവസ്ഥയെ പറ്റിയുള്ള സംഘർഷമാണ്. ജിബിൻ, ഈ റോഡിന്റെ അനാസ്ഥയെ പറ്റിയുള്ള തർക്കമാണോ സംഘർഷമാണോ നിലനിൽക്കുന്നത്? റോഡിനെ ചൊല്ലിയുള്ള തർക്കമാണോ? റോഡിന്റെ പ്രശ്നമില്ല, അതുകൊണ്ടാണ് വരുന്നത്. നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. റോഡിന്റെ അനാസ്ഥയെ പറ്റിയാണ് നാട്ടുകാർ പറയുന്നത്. അപകടം ഇവിടെ സ്ഥിരം ഉണ്ടാകാറുണ്ട്. റോഡ് പലയിടങ്ങളിലും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. റോഡിന്റെ അനാസ്ഥയാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിലെ ചൊല്ലിയുള്ള സംഘർഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സ്ഥിരം അപകട മേഖല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ജിബിൻ, കേൾക്കാമോ? അവിടെ നാട്ടുകാരും പ്രതിനിധികളും തമ്മിലുള്ള ഒരു തർക്കമാണ് നമ്മൾ കണ്ടത്. റോഡിനെ ചൊല്ലിയുള്ള തർക്കം തന്നെയാണോ? ജയലക്ഷ്മി, അത് തന്നെയാണ്. അതായത് ഒരു കൂട്ടർ പറയുന്നത് ഈ റോഡ് നമുക്കിവിടെ വന്ന് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ രാത്രി ആയതുകൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ കാണിക്കാൻ സാധിക്കാത്തത്. ഈ റോഡ് അപകടകരമായ രീതിയിലാണ് ഇതിൻ്റെ പണികൾ നടന്നിരിക്കുന്നത്. കാരണം ഏകദേശം ഒന്നല്ല, ഒരു 2-3 വർഷം കൊണ്ട് തന്നെ ഈ ഒരു റോഡിൻ്റെ പണി നടക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെടുമങ്ങാട് നിന്ന് MC റോഡിലേക്ക് കയറുന്ന ഒരു പ്രധാന പാത കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു റോഡ് എന്ന് പറയുന്നത്. ഇരിഞ്ചി, താന്നിമൂട്, തേക്കട റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പണികൾ നടക്കുന്നതിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അശാസ്ത്രീയതയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റോഡിൻ്റെ ഒരു വശത്ത് 2 ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. മറുവശത്ത് എന്ന് പറയുന്നത് 1 ലെവൽ മാത്രമേ ടാറിങ് പൂർത്തിയായിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് കുറേ കാലങ്ങളായി ഈ പണിയും മുടങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രിപ്പ് കിട്ടില്ല. പ്രത്യേകിച്ച് ഇതുപോലുള്ള വലിയ വാഹനങ്ങൾ വരുമ്പോൾ ഈ വാഹനങ്ങൾ വളവ് തിരിയുമ്പോൾ ഈ റോഡിൻ്റെ 2 ലെയറിൽപ്പെട്ട് ഇതിൻ്റെ ടയറുകൾക്കൊക്കെ തന്നെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് ഒരു സംഘം നാട്ടുകാർ പറയുന്നത്. മറ്റു ചിലർ പറയുന്നു ഇവർ രാഷ്ട്രീയപരമായി ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാകും. റോഡിൻ്റെ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ട്. റോഡിൻ്റെ നിർമ്മാണം പൂർണ്ണമായി നടന്നിട്ടില്ല. അത് ഇഴയുകയാണ്. ഇത് കാരണമാണ് ഈ ഒരു അപകടം ഇവിടെ ഉണ്ടായത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ദൃക്സാക്ഷി കൂടിയായ വാർഡ് മെമ്പർ പറയുന്നത് ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം ഒരു പ്രശ്നമാണ്. പക്ഷേ ആ കാര്യം ഉണ്ടെങ്കിൽ പോലും ഈ ബസ് അമിത വേഗത്തിലായിരുന്നു എന്നും കൂടി ഈ ദൃക്സാക്ഷിയായിട്ടുള്ള വാർഡ് മെമ്പർ പറയുന്നുണ്ട്. അമിത വേഗത്തിലായിരുന്നു ബസ്. അപ്പോൾ മറ്റൊരു വാഹനം കടന്നു വരുന്ന സമയത്ത് ഇതിനെ സൈഡ് കൊടുക്കുന്നതിന് വേണ്ടി ബസ് നിയന്ത്രണം നഷ്ടപ്പെട്ട് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി നിർത്തുന്നു. ഇത് നിന്നതിന് ശേഷമാണ്, അതായത് അമിത വേഗത്തിലെത്തിയ ബസ് ഇവിടെ ഈ വളവ് തിരിഞ്ഞ് വന്ന് നിന്നതിന് ശേഷമാണ് മറിഞ്ഞതെന്നാണ് ഈ ദൃക്സാക്ഷി കൂടിയായ വാർഡ് മെമ്പർ നേരത്തെ നമ്മളോട് പ്രതികരിച്ചത്. പക്ഷേ ഇവിടെ എത്തിയ സമയം മുതൽ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ഒരു വാക്കേറ്റമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കാരണം ഈ റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം ചില നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ മറ്റു ചിലർ അത് രാഷ്ട്രീയപരമായി ഇവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ചിലർ അത് പ്രതിരോധിക്കുന്നു. അങ്ങനെ ഇരു സംഘങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം 2-3 തവണ ഈ പ്രദേശത്തുണ്ടായി. പോലീസ് ഇടപെട്ടാണ് അത്തരം കാര്യമൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയത്. എന്തായാലും പകൽ സമയത്ത് ഈ ഒരു റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള അശാസ്ത്രീയമായ നിർമ്മാണം നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. രാത്രി ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ കാണിക്കാൻ സാധിക്കാത്തത്. പക്ഷേ ഈ റോഡ് കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാകും ഇവിടെ റോഡ് അശാസ്ത്രീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പണികൾ ഇതുവരെയും പൂർണ്ണമായിട്ടില്ല. ഏകദേശം 3 വർഷത്തോളമായി പണികൾ നടക്കുന്നു. ആ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായിട്ടില്ല. റോഡിൻ്റെ
രണ്ട് ഭാഗത്ത് 2 ലെയറായിട്ടാണ് ഈ റോഡ് നടക്കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വളവുകൾ തിരിഞ്ഞു വരുന്ന സമയത്ത് ഈ ടയറുകൾക്ക് നിയന്ത്രണം നഷ്ടമാകുന്ന ഒരു അവസ്ഥ കൂടി ഈ ഒരു പ്രദേശത്തുണ്ട്. ജയലക്ഷ്മി. ശരി ജിബൻ, എന്തായാലും റോഡിന്റെ അശാസ്ത്രീയതയെ ചുറ്റി തർക്കമാണ് അവിടെ ഉണ്ടായത്. ജനങ്ങൾ, നാട്ടുകാർ വലിയ രീതിയിൽ ക്ഷുഭിതരായി. തർക്കം ഉണ്ടാകുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. സ്ഥിരം അപകട മേഖല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അതേസമയം വാർഡ് മെമ്പർ പറയുന്നത് റോഡിന് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ ബസ് അമിത വേഗതയിലായിരുന്നു എത്തിയത്. അങ്ങനെ ബസ് പെട്ടെന്ന് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കാനായി സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുന്നു. അതിനുശേഷം ഓടയിലേക്ക് മറിയുന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ദൃക്സാക്ഷിയായി അദ്ദേഹം പറയുന്നത്. എന്തായാലും മൂന്നാറിലേക്കുള്ള യാത്രയായി ഇത്. അങ്ങനെയാണ് ഈ ബസ് നെടുമങ്ങാട് വെച്ച് അപകടത്തിൽപ്പെടുന്നത്. ഈ അപകടത്തിൽ 49 പേരാണ് ബസ്സിൽ ഉണ്ടായിരുന്നത്. ഇതിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിർഭാഗ്യവശാൽ ഒരാളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. തേക്കടയിലാണ് ഈ ബസ് മറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുള്ളത്. മെഡിക്കൽ കോളേജിൽ എത്തിച്ചവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എല്ലാവരും അപകടനില തരണം ചെയ്തു എന്നുള്ളതാണ് അറിയുന്നത്. മെഡിക്കൽ കോളേജിൽ നിലവിൽ 26 പേരാണുള്ളത്. SAT ആശുപത്രിയിൽ 7 പേരുമുണ്ട്. നെടുമങ്ങാട് ആശുപത്രിയിൽ 15 പേരാണുള്ളത്. ദാസിനി എന്നുള്ള 61-കാരിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. മറ്റ് ഉള്ള ആളുകളുടെ അവസ്ഥ ഗുരുതരമല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.